ഏയ് ലുക്ക് അറ്റ് ദിസ്. ഇത് വെറും ഒരു അരിയുണ്ടയല്ല, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അടികട്ടിയുള്ള ചട്ടിയിൽ 1 കപ്പ് അളവിൽ അരി എടുത്തിട്ട് 2 ഏലക്കായും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അരിയൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ആയിട്ടുള്ള നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ബദാമും പിസ്തയുമാണ് എടുത്തിട്ടുള്ളത്. അരി കംപ്ലീറ്റ് ആയിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതുപോലെ പരന്ന പ്ലേറ്റിലിട്ട് നിരത്തി വെക്കാം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് അല്പം തേങ്ങ ചിരകിയത് ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒട്ടും റോസ്റ്റായി പോവരുത്. പിന്നെ ഇതാ മധുരത്തിന് വേണ്ടിയിട്ട് 2 ശർക്കര ഇതുപോലെ ഉരുക്കിയെടുക്കാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള അരി ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. നട്ട്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം നട്ട്സ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി, അത് കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഞാൻ ഇതിലേക്ക് കടലമിഠായി കുറച്ച് പൊട്ടിച്ചിടുന്നുണ്ട്. അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്കത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. അതിൻ്റെ ടേസ്റ്റ് ഇതിൽ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ബെസ്റ്റാണ് കഴിക്കുമ്പോൾ. അപ്പോൾ പറ്റുമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാൻ നോക്കുക. ഇനി വറുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് തേങ്ങ ചേർത്ത് കുറേശ്ശെയായി ശർക്കരപ്പാനി ഒഴിച്ച് കുഴച്ചെടുക്കാം. ശ്രദ്ധിക്കുക, ശർക്കരപ്പാനി മുഴുവനായും ഒഴിക്കരുത്. കൈകൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകമാവുന്നത് വരെ ഒഴിച്ചാൽ മതി. ഇത്രയുള്ള പരിപാടി. ഇനി ഇത് ബോൾസാക്കി എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എണ്ണയില്ലാത്ത ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്വീറ്റാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇടയ്ക്കെല്ലാം ഷുഗർ കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്.